ബിഗിനേഴ്സിനായുള്ള മിറർലെസ് ക്യാമറകളിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള രണ്ട് ക്യാമറകളാണ് കാനന്റെ R50യും അതുപോലെ നൈക്കന്റെ Z30യും. ബോത്ത് ആർ ഈക്വലി പവർഫുൾ ക്യാമറാസ്. പക്ഷേ നിങ്ങളുടെ ഫോട്ടോഗ്രാഫി നീഡ്സിന് ഏത് ക്യാമറയാണ് ബെസ്റ്റ് സ്യൂട്ട് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ക്യാമറ എടുക്കുമ്പോൾ ആസ് എ ഫോട്ടോഗ്രാഫർ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസിഡറേഷൻസിൽ ഒന്നാവും അതിന്റെ എർഗണോമിക്സ്. നമ്മൾ ആദ്യമായി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ക്യാമറകളിൽ ഏതാണ് എർഗണോമിക്സ് വൈസ് ഏറ്റവും കംഫോർട്ടബിൾ ആയിട്ടുള്ളത് എന്നാണ്. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ക്യാമറകളെയും ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ആണ്. കാനൺ R50 കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു SLR അല്ല DSLR ടൈപ്പ് ബോഡിയിലാണ്. അതേസമയത്ത് നൈക്കൺ Z30 കമ്പനി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു റേഞ്ച് ഫൈൻഡർ സ്റ്റൈൽ ബോഡിയിലാണ്. കാനൺ R50യെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതുപോലെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. മെയിൻലി പ്ലാസ്റ്റിക് ബിൽഡാണ് ഈ ക്യാമറ. ഒരുപക്ഷെ ഇതിന്റെ വെയിറ്റ് കുറക്കാനായിരിക്കും കമ്പനി കൂടുതൽ പ്ലാസ്റ്റിക് ഈ ഒരു ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആസ് യൂഷ്വൽ കാനൺ ക്യാമറകളിൽ കാണുന്ന എല്ലാ ഡയൽസും നമുക്ക് ഈ ഒരു ക്യാമറയിൽ കാണാൻ സാധിക്കും. ഷട്ടർ സ്പീഡിന്റെ ഡയലും അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഈ മെയിൻ ഡയലും അതുപോലെ ഷൂട്ടിംഗ് മോഡുകൾ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഈ ഒരു ഡയലും വളരെ ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഷട്ടർ ബട്ടണും ഈ ക്യാമറയുടെ വളരെ എടുത്തു പറയേണ്ട പ്രത്യേകതകളാണ്. അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ റെക്കോർഡിംഗ് ബട്ടൺ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനി വളരെ വലിയൊരു വ്യൂ ഫൈൻഡർ നമ്മൾ ഈ ക്യാമറയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പരമാവധി ഒരു സിംഗിൾ ഹാൻഡഡ് ഓപ്പറേഷന് സഹായിക്കുന്ന തരത്തിലുള്ള ബട്ടൺ അലൈൻമെന്റ് ആണ് നമുക്ക് R50യിൽ കാണാൻ സാധിക്കുന്നത്. വാട്ട് അബൌട്ട് Z30's എർഗണോമിക്സ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ Z30 ഒരു റേഞ്ച് ഫൈൻഡർ സ്റ്റൈലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വ്യൂ ഫൈൻഡർ മിസ്സിംഗ് ആണ്. പക്ഷേ ഹോട്ട് ഷൂ മൗണ്ട് കൊടുത്തിട്ടുണ്ട്. R50യുടെ ഡിസൈനായിട്ട് തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സീൻ മോഡ് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഡയൽ കാണാൻ സാധിക്കുന്നു. കമ്പാരിറ്റീവ്ലി അത് R50യുടെ ഈ ഡയലിനേക്കാൾ കുറച്ചുകൂടി വലുതാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ റെക്കോർഡിങ്ങിന് ഒരു ബട്ടൺ Z30യിലും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഷട്ടർ ബട്ടന്റെ അലൈൻമെന്റും R50 ആയിട്ട് കമ്പയറബിൾ ആണ്. ഇവിടെ ISO സെലക്ട് ചെയ്യാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു സിംഗിൾ ഹാൻഡഡ് ഓപ്പറേഷന് പറ്റുന്ന തരത്തിൽ തന്നെയാണ് Z30യുടെയും ബട്ടൺസിന്റെ അലൈൻമെന്റ് കാണാൻ സാധിക്കുന്നത്. എർഗണോമിക്സ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലൊരു ഗ്രിപ്പാണ് നൈക്കൺ Z30ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസണിൽ തന്നെ കാണാൻ സാധിക്കും Z30യുടെ ഗ്രിപ്പ് R50യുടെ ഗ്രിപ്പിനേക്കാൾ കുറച്ചുകൂടി വലുതും കംഫോർട്ടബിൾ ആണ്. ഈ രണ്ട് ക്യാമറയുടെയും റിലീസിംഗ് ഡേറ്റ് തമ്മിൽ ഒരു 6 മാസത്തെ വ്യത്യാസം മാത്രമേ കാണാൻ സാധിക്കൂ. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസും വളരെ സിമിലർ ആണ്. ഒരു 10,000 റുപ്പീസിന്റെ ഒക്കെ ഡിഫറൻസ് ആണ് ഇതിന്റെ പ്രൈസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രണ്ട് ക്യാമറകളിലും കമ്പനികൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സെയിം APS-C ടൈപ്പ് സെൻസർ ആണ്. പക്ഷെ സെൻസർ സൈസ് നോക്കുമ്പോൾ നമ്മുടെ നൈക്കൺ Z30ക്ക് ലേശം ഒരു അഡ്വാൻറ്റേജ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാനൺ R50യിൽ ഉപയോഗിച്ചിരിക്കുന്ന GX എന്ന് പറഞ്ഞ കാനന്റെ വളരെ വിഖ്യാതമായ ഒരു പ്രോസസ്സറാണ്. XPD 6 എന്ന് പറഞ്ഞ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു പ്രോസസ്സറാണ് നൈക്കൺ Z30യിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാനൺ R50 ഒരു 24.2 മെഗാ പിക്സൽ ക്യാമറയാണ്. നൈക്കന്റെ Z30 20.9 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇവിടെ നമുക്ക് വ്യക്തമായ ഒരു 4 മെഗാ പിക്സലിന്റെ അഡ്വാൻറ്റേജ് കാനൺ R50ക്ക് കാണാൻ സാധിക്കും. നമ്മളൊരു ക്യാമറ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ് അതിന്റെ ലോ ലൈറ്റ് പെർഫോമൻസ്. ഇവിടെ കാനൺ R50യേക്കാൾ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ലോ ലൈറ്റ് പെർഫോമൻസ് നൈക്കന്റെ Z30ക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ നേറ്റീവ് ISO തന്നെ 51,200 ആണ്. R50ക്ക് അതൊരു 32,000 മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നൈക്കന്റെ Z30 കാനന്റെ R50യേക്കാൾ നല്ലൊരു ലോ ലൈറ്റ് പെർഫോമൻസ് നമുക്ക് തരാൻ സാധ്യതയുണ്ട്. അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ക്യാമറയുടെ ഓട്ടോ ഫോക്കസിംഗ് സിസ്റ്റം. കാനൺ R50 അതിന്റെ ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് 2 എന്നുള്ള സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഹൈബ്രിഡ് ഫേസ് ഡിറ്റക്ഷൻ ഓട്ടോ ഫോക്കസ് കോൺട്രാസ്റ്റ് ബേസ്ഡ് സിസ്റ്റമാണ് Z30യിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഫോക്കസ് പോയിന്റ്സ് കാനന്റെ R50ക്ക് 651 ആണ്. അതുപോലെ നൈക്കന്റെ Z30ക്ക് അത് 209 മാത്രമാണ്. നമ്മൾ ഈ കാനന്റെ R50 വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഓട്ടോ ഫോക്കസ് പെർഫോമൻസ് നമ്മൾക്ക് തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാനൺ R50യിൽ കാനന്റെ RF മൗണ്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നൈക്കന്റെ Z30യിൽ നൈക്കന്റെ Z മൗണ്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുന്ന പോയിന്റ് ആണ് ഈ രണ്ട് മൗണ്ടുകളിലെയും ലെൻസിന്റെ അവൈലബിലിറ്റി. നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും രണ്ട് മൗണ്ടുകളിലും നമുക്ക് വളരെയധികം ചോയ്സുകൾ അവൈലബിൾ ആണ് ലെൻസ് വൈസ്. നൈക്കൺ Z30 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാനൺ R50ക്ക് കൊടുത്തിരിക്കുന്നത് വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ടച്ച് സ്ക്രീൻ ആണ്. രണ്ട് ക്യാമറകളുടെയും ടച്ച് സ്ക്രീൻ 3 ഇഞ്ചാണ്. ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗും ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്ലോഗിംഗ് ക്യാമറ ആയിട്ട് രണ്ട് ക്യാമറകളും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ സ്ക്രീനുകളുടെ ക്വാളിറ്റി ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ ഫിഗേഴ്സിൽ കാണാൻ സാധിക്കുന്നത്. കാനൺ R50യുടെ ആ ഒരു 3 ഇഞ്ച് സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 16,20,000 ഡോട്ട്സ് ആണ്. പക്ഷേ Z30യിൽ അതിന്റെ ടച്ച് സ്ക്രീൻ 10,40,000 ഡോട്ട്സ് മാത്രമേ കാണുന്നുള്ളൂ. സോ ക്വാളിറ്റി വൈസ് ഇറ്റ് വിൽ ഷൈൻ. അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് ഈ രണ്ട് ക്യാമറകളുടെയും ഫോട്ടോഗ്രാഫി ഫീച്ചേഴ്സ് ആണ്. മിനിമം ഷട്ടർ സ്പീഡ് രണ്ട് ക്യാമറകൾക്കും 30 ആണ് വരുന്നത്. അതുപോലെ മാക്സിമം ഷട്ടർ സ്പീഡ് മെക്കാനിക്കൽ ഷട്ടറിൽ രണ്ട് ക്യാമറകൾക്കും 4000 ആണ് വരുന്നത്. പക്ഷേ R50ക്ക് ഇലക്ട്രോണിക് ഷട്ടർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 8000 വരെ ഷട്ടർ സ്പീഡ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു സെക്കൻഡിൽ 12 ഫോട്ടോസ് ആണ് R50ക്ക് എടുക്കാൻ സാധിക്കുന്നത്. 11 ഫോട്ടോസ് Z30ക്ക് എടുക്കാൻ സാധിക്കും. R50ക്ക് കമ്പനി ഒരു ബിൽറ്റ് ഇൻ ഫ്ലാഷ് കൊടുത്തിട്ടുണ്ട്. Z30ക്ക് അങ്ങനെ ഒരു ഫ്ലാഷ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല. രണ്ട് ക്യാമറാസും എക്സ്റ്റേണൽ ഫ്ലാഷ് ഫയർ ചെയ്യാൻ
സാധിക്കുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫുള്ളി കോൺടാക്ട് ഉള്ള ഒരു ഹോട്ട് ഷൂ മൗണ്ട് 2 ക്യാമറകൾക്കും കാണാൻ സാധിക്കും. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മളൊരു ക്യാമറ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് അതിന്റെ വീഡിയോഗ്രാഫി ഫീച്ചേഴ്സ്. ഇവിടെ R50 Z30 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആണ്. അതുപോലെ ഫുൾ HD 120 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആണ്. എന്ന് പറഞ്ഞാൽ 2 ക്യാമറകൾ സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാൻ കേപ്പബിൾ ആണെന്ന് അർത്ഥം. Nikon Z30 കാണുന്ന ഒരു USB പോർട്ട് കുറച്ച് ഡിഫറെന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു USB 3.2 പോർട്ടാണ്. R50 കമ്പനി കൊടുത്തിരിക്കുന്നത് ഒരു USB 2.0 കണക്ടിവിറ്റി ഓപ്ഷൻ ആണ്. അതായത് 450 MB പെർ സെക്കൻഡ് മാത്രമാണ് നമുക്ക് ഒരു കമ്പ്യൂട്ടറായിട്ട് ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പീഡ്. പക്ഷേ 5 GB പെർ സെക്കൻഡ് സ്പീഡ് നമുക്ക് Z30 കണക്ട് ചെയ്യുമ്പോൾ കിട്ടും. നിങ്ങൾ കമ്പ്യൂട്ടറായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്ത് ഡാറ്റ ട്രാൻസ്ഫർ നടത്താനായിട്ട് ഈ 2 ക്യാമറകൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി Z30 വിൽ ഷൈൻ. അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് വയർലെസ് കണക്ടിവിറ്റി ഓപ്ഷൻസ് ആണ്. ബ്ലൂടൂത്തും വൈഫൈയും തുടങ്ങിയ കേപ്പബിലിറ്റീസ് ആണ്. ഈ 2 ക്യാമറകളും വൈഫൈയും ബ്ലൂടൂത്തും ഫീച്ചർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ ഫിഗേഴ്സ് നോക്കിയാൽ കാണാൻ സാധിക്കും Z30 വൈഫൈയുടെ സ്പീഡ് ലേശം കൂടുതലാണ്. Z30 R50 സെയിം വേർഷൻ ബ്ലൂടൂത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മൾ R50 ഉണ്ട്. കാരണം അതിന്റെ ബാറ്ററി ലൈഫ് വളരെ സുപ്പീരിയർ ആണ്. ഒരു ലോങ് ഡേ ഷൂട്ടൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴാണ് ആ ബാറ്ററി ലൈഫിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. ഒരു ഫുള്ളി ചാർജ്ഡ് ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ R50 440 ഷോട്ട്സ് ആണ് എടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ 330 ഷോട്ട് മാത്രമേ Z30 നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. കമ്പാരിറ്റീവ്ലി R50 ലേശം ലൈറ്റർ ആണ്. Z30 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും 376 ഗ്രാം മാത്രമാണ് R50യുടെ വെയിറ്റ് വരുന്നത്. പക്ഷേ 405 ഗ്രാം ആണ് Z30യുടെ വെയിറ്റ് വരുന്നത്. കൂടുതൽ പ്ലാസ്റ്റിക് എലമെന്റ്സ് നമ്മൾ R50 നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് ഭൂരിഭാഗം പ്ലാസ്റ്റിക് ആയിട്ടാണ്. എന്നാൽ കുറച്ചുകൂടി സോൾഡ് ആയിട്ടുള്ള ബിൽഡാണ് Z30 കാണാൻ സാധിക്കുന്നത്. സോ സോൾഡ് ആയിട്ടുള്ള ഒരു ബോഡിക്ക് എപ്പോഴും വെയിറ്റ് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ബിൽഡ് ക്വാളിറ്റി മാറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ Z30 ഇറ്റ്സ് സംതിങ് സുപ്പീരിയർ. സോ ചോദ്യം നിങ്ങളോടാണ്, നിങ്ങൾ ഈ ക്യാമറകളിൽ ഏത് സെലക്ട് ചെയ്യും? കാനന്റെ R50 ആണോ അല്ലെങ്കിൽ നൈക്കന്റെ Z30 ആണോ? ആസ് എ ഫോട്ടോഗ്രാഫർ ഐ വിൽ പ്രിഫർ R50 ഓവർ Z30. ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലക്ക് ഞാൻ R50യുടെ ആ ഒരു ഓട്ടോ ഫോക്കസിലെ സ്പീഡും അതുപോലെ ബാറ്ററി ലൈഫിലെ അഡ്വാൻറ്റേജും ആയിരിക്കും കൂടുതലായിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം കാനന്റെ കളർ സയൻസ് ആണ്. എന്തുവന്നാൽ നൈക്കണിനേക്കാൾ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ട്രൂ ടു ലൈഫ് കളേഴ്സ് കാനൺ തരും. അതുപോലെ ബിൽറ്റിൻ ആയിട്ടുള്ള ഇതിന്റെ വെർട്ടിക്കൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ എനിക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ഒരു കാര്യം കൂടിയാണ്. Z30 ഈസ് എ ഗ്രേറ്റ് ക്യാമറ. നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് ഉണ്ട്. വളരെ പ്രീമിയം ഫീൽ ആണ് നമ്മുടെ കയ്യിൽ ഈ ഒരു ക്യാമറ തരുന്നത്. അതുപോലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇതിന്റെ കണക്ടിവിറ്റി ഓപ്ഷൻസ് വളരെ അട്രാക്റ്റീവ് ആണ്. വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ക്യാമറയ്ക്ക് കമ്പനി കൊടുത്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ തോട്ട്സ് കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ആവശ്യങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് R50 ആണോ അല്ലെങ്കിൽ Z30 ആണോ? നിലവിൽ നമുക്ക് R50 മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം ഒരു 60,000 രൂപ റേഞ്ചിലാണ്. Z30 ആണെങ്കിൽ ഏകദേശം 70,000 രൂപ റേഞ്ചിലാണ് മാർക്കറ്റിൽ അവൈലബിൾ. ബട്ട് എന്റെ കയ്യിലിരിക്കുന്ന ഈ 2 ക്യാമറാസും സെക്കൻഡ് ഹാൻഡ് ആണ്. ഈ 2 ക്യാമറകളും സെക്കൻഡ് ഹാൻഡ് ആണ്. പക്ഷേ ഈ 2 ക്യാമറകളും അണ്ടർ ബ്രാൻഡഡ് വാറണ്ടി കവറേജിലാണ്. അപ്പോൾ ഇതുപോലെ വളരെ നീറ്റും ഫ്രഷും ആയിട്ടുള്ള ക്യാമറ ബോഡീസ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ റിലയബിലിറ്റിയോടുകൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമീപിക്കാൻ മറക്കരുത് ക്യാമറ ഡീറ്റെയിൽ. തൃശ്ശൂരിലെ ഏറ്റവും വലിയ സെക്കൻഡ് ഹാൻഡ് ക്യാമറ ഷോറൂമാണ് ക്യാമറ ഡീറ്റെയിൽ. എല്ലാ കമ്പനികളിലും ഇതുപോലുള്ള ക്യാമറകൾ അണ്ടർ വാറണ്ടി ക്യാമറയിൽ അവൈലബിൾ ആണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ചേർക്കുന്നുണ്ട്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ചെക്ക്. നിങ്ങളുടെ ക്യാമറ പർച്ചേസിനായിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഒരു വാല്യൂ തോന്നുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എത്തിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ വീണ്ടും കാണും വളരെ ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.